പോലും മരണം അനാവശ്യമായ ഓരോ കുടുംബത്തിലുള്ള ഓരോ വേർപാട് നിങ്ങൾ ഓർത്ത് നോക്കും. ഒരു മരണം എത്രത്തോളം നമ്മളെ വേദനിപ്പിക്കും, നമ്മളെ തളർത്തും എന്നുള്ളത്. അപ്പൊ എല്ലാവരും മനുഷ്യരാണ്. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത് കേട്ടോ. അല്ലാതെ എന്റെ ഫ്രണ്ട്സ് എല്ലാം അങ്ങനെ മുസ്ലിംസ് ആയതുകൊണ്ടോ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. എല്ലാവരും മനുഷ്യരാണ്. എല്ലാവരും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും സംരക്ഷിക്കപ്പെടാനും ആഗ്രഹിക്കുന്നവരാണ്. അലാറം വരുന്നത് കേട്ടോ. വരുമെന്നല്ല മെസ്സേജ് വന്നു. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. യുദ്ധം എന്ന് പറയുന്നത് നമ്മളെ നേരിട്ട് ബാധിക്കുന്നത് വരെ നമുക്ക് അത് അതിർത്തിയിൽ നടക്കുന്ന ഒരു വെടിക്കെട്ട് മാത്രമാണ്. തികച്ചും ഒരുപാട് മലയാളികളെ അല്ലെങ്കിൽ ഒരുപാട് യുവാക്കളെയും യുവതികളെയും എല്ലാം തന്നെ നേരിട്ടോ അല്ലാതെയോ ഇപ്പോൾ നമ്മുടെ ഈ യുദ്ധം ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരുപറ്റം ആൾക്കാർ പറയുന്നു ഇസ്രായേലിൽ യാതൊരു കുഴപ്പവുമില്ല എന്നും, അവിടെ ബങ്കറുകൾ എല്ലാ ബിൽഡിങ്ങുകളിലും എല്ലാ വീടുകളിലും ബങ്കറുകളുണ്ട്, അതിൽ ഒളിച്ചാൽ മാത്രം മതി എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഇതൊക്കെ പച്ച കള്ളമാണ്. കാരണം അവിടെ എല്ലാ ബിൽഡിങ്ങുകളിലും അല്ലെങ്കിൽ എല്ലാ വീടുകളിലും ഒന്നും ബങ്കറുകൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ഈ അലാറം വരുന്ന സമയത്ത് അവർ പൊതുവായിട്ടുള്ള ബങ്കറുകളിൽ അഭയം തേടുകയും എങ്ങനെയെങ്കിലും അവിടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഴിച്ചു കൂട്ടുകയുമാണ് ഇപ്പോൾ അവിടെ ചെയ്തു വരുന്നത് എന്നുള്ളത് തന്നെയാണ് സത്യം. നന്മയുള്ള ഒരു സഹോദരി, ആ സഹോദരിയുടെ പേര് ഡോണ അഗസ്റ്റിൻ എന്നാണ്. അവർ വളരെ വ്യക്തമായിട്ട് ഇന്ന് ഇസ്രായേൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാതനകൾ നമുക്കറിയാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരുടെ അനുഭവം നമുക്ക് കേൾക്കാം. ഇതിന് പുറത്ത് നമ്മൾ ഒരുപാട് ഈ ഫേസ്ബുക്കുകളും വാട്സപ്പുകളും എല്ലാം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സംഘപരിവാർ ചാനലുകളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം ഇസ്രായേലിൽ ഒരു കുഴപ്പവുമില്ല, അവിടെ ആൾക്കാരെല്ലാം വളരെ സേഫാണ് എന്ന രീതിയിലുള്ള ഒരു ചിത്രമാണ് പുറത്തേക്ക് വിടുന്നത്. പക്ഷേ അതല്ല സത്യമെന്ന് അവരുടെ ജീവിതാനുഭവം വെച്ചുകൊണ്ട് തന്നെ അവർ നമ്മോട് പറയുകയാണ്. നമുക്ക് ആ സഹോദരിയുടെ ആ പറയുന്ന വീഡിയോ നമുക്കൊന്ന് കാണാം. ഹായ്, ഞാൻ ഡോണയാണ്. ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് കുറെ ആൾക്കാർ വീഡിയോ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ എന്നെ തിരക്കുകയും എന്നെ അന്വേഷിക്കുകയും ചെയ്ത ഒരുപാട് സ്നേഹിതരുണ്ട്. എല്ലാവർക്കും താങ്ക് യു. ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ സാധാരണഗതിയിൽ നിന്നും റോഡുകളൊക്കെ ഒരു 80% ശൂന്യമാണ് കേട്ടോ. ഇവിടെ ബസ് സർവീസ് വളരെ കുറവാണ്. മറ്റേത് മിനിറ്റിന് ബസ് പോയിക്കൊണ്ടിരുന്നിടത്ത് ബസ്സുകളൊക്കെ വളരെ കുറവാണ്. പിന്നെ മെസ്സഞ്ചറിലെല്ലാം മറുപടി അയച്ച് എന്നെ തിരക്കുകയും എന്നെ അന്വേഷിക്കുകയും ചെയ്ത എല്ലാവർക്കും താങ്ക് യു കേട്ടോ. ഒരുപാട് സ്നേഹത്തോടെ എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. എന്നെ അറിയാവുന്ന കുറച്ച് ആൾക്കാരൊക്കെ എന്നെ തിരക്കി കേട്ടോ. പക്ഷെ അതിനും കൂടുതൽ 100% എന്നെ അറിയാത്ത ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോസ് കാണുകയൊക്കെ ചെയ്തവരാട്ടോ. ഞാൻ മെസ്സഞ്ചറിൽ ആർക്കും മറുപടി കൊടുക്കാറില്ല. പക്ഷെ ഇന്നലെ ആദ്യമായി ഞാൻ എല്ലാവർക്കും മെസ്സഞ്ചറിൽ മറുപടി കൊടുത്തു. കാര്യം നമ്മുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു ഈ കയ്യിലെ വിരലിലുണ്ടാവുന്ന അത്ര ആൾക്കാർ പോലും നമ്മളെ വിളിച്ച് സുഖമാണോ എന്ന് പോലും തിരക്കിയിട്ടില്ല. നമുക്കെല്ലാം ഒരുപാട് ബന്ധുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ നമുക്ക് ഫോൺ നമ്പറും കാര്യങ്ങളും വാട്സപ്പും ഒക്കെ ഫ്രീ ആണ്. പക്ഷെ എനിക്ക് പരാതിയില്ല, എല്ലാവർക്കും തിരക്കുകളല്ലേ. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ഇനി പറയും, ഇതിന്റെ ഇടയ്ക്ക് ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് വീഡിയോ എടുക്കാം. ഇതെന്റെ പവർ ഗ്ലാസ് ആണ് കേട്ടോ. എനിക്ക് കണ്ണിന് നല്ല പ്രശ്നമുള്ളതുകൊണ്ട് എനിക്കിത് ഒഴിവാക്കാൻ പറ്റില്ല. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ഞാൻ അനുഭവിച്ച ഇന്നലത്തെ ഒരു ദിവസത്തെ മാനസികാവസ്ഥ ഞാൻ പറയാം. രാവിലെ യുദ്ധം നമ്മളുണ്ടാവും, അലാറമൊക്കെ പ്രതീക്ഷിച്ചു. അപ്പൊ രാവിലെ തന്നെ കുളിച്ച് റെഡിയാവാന്ന് പറഞ്ഞു. ടോയ്ലറ്റിൽ കയറി കുളിച്ച് പകുതിയാവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അലാറം കേട്ടു. എങ്ങനെയെങ്കിലും ഓടി. എന്റെ വീട്ടിൽ സേഫ്റ്റി റൂം ഇല്ല കേട്ടോ. ഇന്നലെ വീഡിയോ ചെയ്ത് എല്ലാവരും പറയുന്ന കേട്ടോ, ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങിന്റെ താഴെയും സേഫ്റ്റി റൂം ഉണ്ടെന്ന്. എന്റെ വീടിന്റെ ചുറ്റുപാട് ഓരോ ഏരിയ കണക്കാക്കിയാണ് കേട്ടോ സേഫ്റ്റി റൂമോ. വേറെ സേഫ്റ്റി റൂമുകളോ കാര്യങ്ങളോ ഒന്നും. ഞങ്ങൾക്ക് പബ്ലിക് ബങ്കറുകളാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഇത് കേൾക്കുന്ന ഉടനെ നമ്മൾ പബ്ലിക് ബങ്കറിലേക്കാണ് പോകേണ്ടത്. എന്റെ ഏറ്റവും വലിയ മാനസിക സംഘർഷം ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ നോക്കുന്ന എന്റെ ആബയ്ക്ക് ക്യാൻസറാണ്. വീണ് മുട്ടൊക്കെ മാറ്റി വെച്ച ആളാ. അപ്പം ആബയ്ക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ആബ ഇപ്പം വരാറില്ല. ആബ വീട്ടിൽ തന്നെ കഴിയുകയാണേ. അപ്പൊ ഞാൻ ബംഗറിൽ ഇരിക്കുമ്പോൾ എന്റെ ഒരു മാനസികാവസ്ഥ എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെടണം. അതുകൂടാതെ ആബയെ കുറിച്ചുള്ള ടെൻഷൻ എനിക്ക് ദൈവമേ. ഞാൻ 24/7 കണ്ട് നമ്മളെ സ്വന്തം പപ്പയെ പോലെ നമ്മൾ ശുശ്രൂഷിച്ച് കഴിയുന്ന ഒരു വ്യക്തി ആ വീട്ടിലും ഞാൻ ബംഗറിലും. അപ്പൊ നമുക്ക് വീടെത്തുന്നത് വരെ തിരിച്ചെത്തുന്നത് വരെ ഒരു വലിയ മാനസികാവസ്ഥയിലൂടെയാണ് പ്രിയ സഹോദരങ്ങളെ ഞാൻ കടന്നു പോകുന്നത് കേട്ടോ. അത് ചിലർക്ക് ചിലപ്പം കളിയാക്കലായിരിക്കാം, പക്ഷെ എനിക്ക് ഭയങ്കര വേദനയാണ് കേട്ടോ. ആബ വീട്ടിലും ഞാൻ ബംഗറിലും. ചിലപ്പം ഇന്നലത്തേക്ക് സാഹചര്യത്തിൽ ഒരു അലാറം മാത്രമല്ല കേട്ടോ, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അലാറവും അതിനുള്ള മെസ്സേജുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോഴും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് വെളുപ്പിനൊക്കെ എനിക്ക് ഓടി കൈയും കാലും ഒക്കെ തുറന്നു പറയാലോ. എന്റെ കൈയും എന്റെ ശരീരവും ഒക്കെ നല്ല വേദനയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ കേട്ട 3 അലാറത്തിന് ഞാൻ ബംഗറിലേക്ക് പോയില്ല. പക്ഷെ എനിക്കൊന്നും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വന്നുകൊണ്ടിരുന്നായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് മാനസികമായിട്ട് വിഷമമാണ്.
പിന്നെ നിങ്ങൾ എനിക്ക് ഇത്രയും വിഷമം പിടിച്ചെന്തിനാ നിങ്ങൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നത്? എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ തുറന്നു പറയട്ടെ, ഞാനൊരു 18 വർഷം ഞാൻ അധ്യാപികയായിരുന്നു കേട്ടോ, പല പല സ്കൂളുകളിലായിട്ടൊക്കെ തന്നെ. പക്ഷേ എനിക്ക് അവസാനം ഒരു സ്കൂളിൽ മാത്രം ഞാൻ 13.5 വർഷത്തോളം ജോലി ചെയ്തു. അവസാന വർഷം ഞാൻ മേടിച്ച സാലറി 7,000 രൂപയാണ്. ഈ 7,000 രൂപ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെയായിരുന്നു സാമ്പത്തികമായിട്ട് ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് നല്ലൊരു ജോലി വേണമായിരുന്നു. അപ്പൊ എന്റെ ചേച്ചി ഇവിടെ ഉണ്ട്, ചേച്ചി എന്നെ സഹായിച്ച് എന്നെ ഇവിടെ എത്തിച്ച്. അപ്പൊ നിങ്ങൾ പറയും, എങ്കിൽ പിന്നെ എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടുന്നത്, നീ വന്നാൽ പോയി. പക്ഷെ എനിക്ക് ഒരു നെഗറ്റീവ് കമന്റും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു എനിക്കൊരു 70% എനിക്ക് നാട്ടിലായാലും ഒക്കെ ഉള്ളത് എനിക്കെല്ലാം മുസ്ലിം കൂട്ടുകാരാണ്. അവരെല്ലാവരും എന്നെ വിളിക്കുകയും എന്നോട് എന്നാ ഇപ്പൊ ഞാൻ കാണുന്നത് എന്താണോ, ഈ മീഡിയയിലൂടെ ഇങ്ങനെ വർഗീയത, അങ്ങോട്ട് മുസ്ലിങ്ങൾ അങ്ങോട്ടും വഴക്ക് പറയുന്നു, അവരിങ്ങോട്ട്. നമ്മളെ ഇപ്പൊ കണ്ടില്ല, എല്ലാ രാജ്യങ്ങളിലും നമ്മളെ മനുഷ്യരാണ്. നിങ്ങൾ അങ്ങനെ പരിഗണിക്കുക, നമ്മളെല്ലാം മനുഷ്യരാണ്. നമ്മൾ 1ാം ക്ലാസ് മുതൽ നമ്മുടെ സ്കൂളിൽ നമ്മൾ എന്താണ് പഠിച്ചത്, നമ്മൾ എന്താണ് കൈനീട്ടി നമ്മൾ പ്ലഡ്ജിൽ പറഞ്ഞത്, നമ്മൾ പ്രതിജ്ഞയായിട്ട് എന്താണ് പറഞ്ഞത്? നമ്മളെല്ലാം സഹോദരങ്ങളാണ്. നമ്മളിപ്പം ഇവിടെ ഇസ്രായേലായിരുന്നതുകൊണ്ട് ഒക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം, നമുക്ക് വിദ്യാഭ്യാസം കൊണ്ട് എല്ലാം ഉണ്ട്. ഞാൻ ആർക്കും പറഞ്ഞു തരാനോ മനസ്സിലാക്കാനോ ഒന്നും ഞാൻ ആളല്ല. പക്ഷെ ഒന്ന് ഓർക്കുക, നമ്മളിങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലെറിയുന്ന ആ ഒരു നിമിഷം നമ്മുടെ ദൈവമേ, അല്ലെങ്കിൽ നമ്മൾ ഏത് മതത്തിലാണോ നമ്മളെ വിശ്വസിക്കുന്നത്, എന്തായാലും ഒരു ദൈവിക ശക്തി നമ്മളിലുണ്ട്. അപ്പൊ ആ ശക്തിയെ ഒന്ന് മനസ്സിൽ വിചാരിച്ച് എല്ലാവരുടെയും പ്രാർത്ഥന ആ ഒരു ശക്തി കേൾക്കാതിരിക്കത്തില്ല. അപ്പൊ നമ്മൾ ഒന്ന് പ്രാർത്ഥിക്കുക, ഇത് ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള ആ പ്രശ്നം പരിഹരിക്കാനും. എല്ലാവരും കണ്ടില്ലേ മാനസികമായിട്ട് അനുഭവിക്കുന്ന വിഷമങ്ങൾ, വീടുകളിൽ തന്നെയുള്ള അവസ്ഥ. നമുക്ക് എന്താ സത്യത്തിൽ നമ്മുടെ ഞാൻ റെഡിയായി തന്നെ ഇരിക്കുകയാണ് കേട്ടോ, ബംഗാറിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. തൊട്ടടുത്താണ് വീട്. ഞാനിപ്പം ഇവിടെ നിന്നിപ്പോൾ സംസാരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് പാല് മേടിക്കാനായിട്ടുള്ള ഞാൻ പോകും കേട്ടോ. ഇനി 2-3 ദിവസം ഇനി എന്താണ് കണ്ടിന്യൂസ് നടക്കുന്നതെന്ന് ഓൾറെഡി പാലൊക്കെ തീർന്നെന്നാണ് ഞാൻ അറിഞ്ഞത് സൂപ്പർ മാർക്കറ്റിൽ. അപ്പോൾ എന്റെ വീടിന്റെ അടുത്ത ഒരു കെയർടേക്കർ പറഞ്ഞായിരുന്നു ഓടിപ്പോയി മേടിക്കാൻ. അങ്ങനെയാണ് ഞാൻ ഇറങ്ങിയത് കേട്ടോ. ഒരുപക്ഷെ ഞാൻ നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ അലാറം കേൾക്കാം. അതൊക്കെ സിറ്റുവേഷൻസാണ്, നമ്മളെല്ലാം ഫേസ് ചെയ്യണം. അതുപോലെ തന്നെ എന്റെ അഭിപ്രായത്തിൽ ഇവിടുത്തെ ഗവൺമെന്റും എല്ലാം നമുക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക, നമ്മൾ സുരക്ഷിത സ്ഥലത്തേക്ക് മാറുക. അലാറം നമുക്ക് മൊബൈലിൽ അലർട്ട് വരും, അന്നേരം തന്നെ പോവുക. പക്ഷെ എന്റെ ഫോണിൽ അലർട്ട് വരുമ്പോഴത്തേന് എനിക്ക് ആദ്യം എന്റെ ആബെ ബെഡിലേക്ക് ആക്കണം, ആബയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ആബയുടെ ഫോണെല്ലാം പ്ലേസ് വെക്കുക, വെള്ളമൊക്കെ അത് മുമ്പ് നമ്മളെല്ലാം എടുത്തു വെക്കും. പിന്നെ നമ്മുടെ ബാഗിൽ പാസ്പോർട്ടൊക്കെ എടുത്ത് വെച്ചേക്കാണ് നമ്മൾ. എങ്കിലും നമുക്കൊരു ടെൻഷനാണ് ഇത് കേൾക്കുന്നതെന്ന് വെച്ചാൽ. വലിയ സൗണ്ട് അല്ലേ, എനിക്ക് തോന്നുന്നു ഇന്നലെ ഈ സൗണ്ടൊക്കെ കേട്ട് എന്റെ തലയൊക്കെ അങ്ങ് പെരുത്തിരിക്കുക കേട്ടോ. തുറന്നു പറയണമല്ലോ, അല്ലാതെ വിടുന്നുണ്ട്. ഞാൻ 100% ഞാൻ സേഫാണ്, എനിക്കൊന്നും പറ്റില്ല എന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. ഇന്നലെ മീഡിയയിലൊക്കെ കാണിക്കുന്നതൊക്കെ ഇവിടെയും ടെലിവിയിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. നമ്മൾ അത് സത്യമാണ്. കുറച്ച് ഇത് മൊത്തം അവരും ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ ഫുള്ള് താഴേക്കല്ലല്ലോ വീണായതുണ്ടോ എന്ന് വെച്ചാൽ അതിന് അറിയാലോ നിങ്ങൾക്ക്. അതിന്റെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു തരണ്ട. പക്ഷെ എന്തെങ്കിലും പാർട്ടൊക്കെ വീണാൽ നമുക്ക് പ്രശ്നമാണ്. പക്ഷെ അങ്ങനെ പോലും ഒരു ജീവൻ നഷ്ടപ്പെടരുത്. ഇതിന്റെ ഇസ്രായേലിനെതിരായി നിൽക്കുന്ന രാജ്യത്ത് പോലും ഒരു വ്യക്തികൾ പോലും മരണം അനാവശ്യമായ ഓരോ കുടുംബത്തിലുള്ള ഓരോ വേർപാട് നിങ്ങൾ ഓർത്ത് നോക്കും. ഒരു മരണം എത്രത്തോളം നമ്മളെ വേദനിപ്പിക്കും, നമ്മളെ തളർത്തും എന്നുള്ളത്. അപ്പൊ എല്ലാവരും മനുഷ്യരാണ്. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത് കേട്ടോ. അല്ലാതെ എന്റെ ഫ്രണ്ട്സ് എല്ലാം അങ്ങനെ മുസ്ലിംസ് ആയതുകൊണ്ടോ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. എല്ലാവരും മനുഷ്യരാണ്. എല്ലാവരും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും സംരക്ഷിക്കപ്പെടാനും ആഗ്രഹിക്കുന്നവരാണ്. അലാറം വരുന്നത് കേട്ടോ, വരുമെന്നല്ല മെസ്സേജ് വന്നു. അപ്പോൾ ഡോണ എന്ന് പറയുന്ന ചേച്ചിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അത്രയ്ക്കും വലിയ ഒരു ആക്രമണവും അതുപോലെ തന്നെ അന്തരീക്ഷവുമാണ് ഇസ്രായേൽ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് നമുക്ക് പച്ചക്ക് തന്നെ മനസ്സിലാക്കി തരികയാണ് ആ സഹോദരിയുടെ ഒരു വീഡിയോ. വീട്ടിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടി പുറത്തിറങ്ങിയ ഒരു 5 മിനിറ്റിലാണ് ആ വീഡിയോ ചെയ്തത്. ആ സമയത്ത് പോലും അവരുടെ മൊബൈൽ അലാറം അടിക്കുകയാണ്. ഇനി തീർച്ചയായിട്ടും അവർ പറയുന്നുണ്ട് അവരുടെ വീട്ടിലൊന്നും ബങ്കറില്ല. തീർച്ചയായിട്ടും ഇനി പൊതുവായിട്ടുള്ള ഒരു ബങ്കർ കുറച്ച് ദൂരത്താണ്, അവിടത്തേക്ക് ഓടണം. അവർ ശുശ്രൂഷിക്കുന്ന ആ ഒരാളെ ഉപേക്ഷിച്ചുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങോട്ട് പോവുകയാണ്. അവർക്ക് മനസ്സുറക്കുന്നില്ല. ഇന്നലെ രാത്രിയും 2-3 വട്ടം അലാറം അടിച്ച സമയത്ത് പോലും അവർ പോവാതെ മനസ്സുറപ്പിച്ച് അവിടെ ഇരിക്കുകയാണ്. ഒരു രാത്രി പോലും കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇസ്രായേൽ ഇന്നുള്ളത് എന്നുള്ളത് വരച്ച് കാട്ടുന്ന വളരെ പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ് ഈ ചേച്ചി നമുക്ക് വിവരിച്ച് തരുന്നത്. അല്ലാതെ ഈ സമൂഹ മാധ്യമങ്ങളായ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ വാട്സപ്പിലും ഒന്നും കാണുന്നത് പോലെ ഇസ്രായേൽ സേഫാണ്, അവിടെ ഒരു കുഴപ്പവുമില്ല, എല്ലാ കുഴപ്പവും അങ്ങ് ഇറാനിലാണ്, അവിടെ ജനങ്ങൾ മരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രൊഫൈലുകൾ ഇങ്ങനെ പ്രചരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത്തരം സംഘപരിവാർ ശക്തികളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ കാണുന്നതോ നിങ്ങൾ കേൾക്കുന്നതോ അല്ല സത്യം. തീർച്ചയായിട്ടും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് ജനങ്ങൾക്ക് സ്വൈര്യമായിട്ട് ഒരു ദിവസം കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ബങ്കറുകൾ എന്ന് പറയുന്നത് എല്ലാ വീടുകളിലും അതുപോലെ തന്നെ എല്ലാ ബിൽഡിങ്ങുകളിലും ഒന്നുമില്ല.
സാധാരണ ജനങ്ങൾ അഭയം തേടുന്നത് ഇത്തരത്തിൽപ്പെട്ട പൊതുവായ സ്ഥലങ്ങളിലുള്ള ബങ്കറുകളിലേക്കാണ് ഓടിപ്പാഞ്ഞു പോകുന്നത് എന്നുള്ളത് തന്നെയാണ് സത്യം. ഇനിയെങ്കിലും നിങ്ങൾ പടച്ചുവിടുന്ന ഈ വ്യാജ വാർത്തകൾ തീർച്ചയായിട്ടും ഉപേക്ഷിക്കണമെന്നാണ് എനിക്ക് വിനീതമായി നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഈ ഇറാനിലുള്ള സഹോദരങ്ങളുടെ ജീവനും അതുപോലെ തന്നെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇത്തരത്തിൽപ്പെട്ട സഹോദരിമാരെ കൂടി നമ്മൾ ഉൾപ്പെടുത്തണം. കാരണം അന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇസ്രായേൽ എന്ന രാജ്യമായാലും അവിടെ പോയി ജോലി ചെയ്യുന്ന ഒരുപാട് നല്ലവരായ മനുഷ്യന്മാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നതിനുള്ള ഏറ്റവും പച്ചയായ ഒരു ഉദാഹരണമാണ് ആ ചേച്ചി ചെയ്ത ആ വീഡിയോവും. അതുപോലെ തന്നെ ഇനിയും നമ്മൾ കേൾക്കാത്ത കാണാത്ത ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാർ ഇസ്രായേലും ഇപ്പോഴും ജീവിച്ചിട്ട് കുടുംബം പോറ്റുന്നുണ്ട്. അവരെല്ലാം നമ്മുടെ പടച്ച തമ്പുരാൻ സംരക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.